എവിടെ വരെയായി അന്വേഷണമൊക്കെ? എന്റെ അന്വേഷണത്തെ പറ്റി നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, പതിവില്ലാതെ കയ്യിലൊരു കവറൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നപ്പോ പോലും ഞാൻ ആവശ്യപ്പെടാതെ നിങ്ങൾ എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് തന്നിട്ടില്ലല്ലോ ഉണ്ണിയേട്ടാ. അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. എന്റെ അച്ഛനും മുത്തശ്ശി ഉള്ളത് കൊണ്ട് അതിന്റെ ആവശ്യം നിങ്ങൾക്ക് വന്നിട്ടില്ല. അല്ല, അതൊക്കെ പോട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ കണ്ണേറ്റിനോടൊപ്പം ക്യാബിനിൽ പോയിരിക്കാൻ, ഏത് നേരവും കണ്ണേറ്റിനോടൊപ്പം സഞ്ചരിക്കാൻ. അങ്ങനെ സഞ്ചരിക്കുന്നൊന്നും കണ്ണേട്ടൻ അങ്ങനെ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾ കൂടെ നിൽക്കണം. ഇനി ഒരു കാരണവശാലും കണ്ണേട്ടനും ലക്ഷ്മിയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. ഇന്ന് ലക്ഷ്മി അവിടെ വന്നായിരുന്നോ ഫൈനാൻസേഴ്സില്? ഇല്ല. ആ, ഇതിപ്പോ അമ്മായിയച്ഛന്റെയും മരുമോന്റെയും തലയ്ക്ക് നെല്ലിക്കത്തള്ളം വെക്കേണ്ട സമയം കഴിഞ്ഞു. എന്റെ അച്ഛന്റെ കാര്യം അറിയാലോ, പ്രേതത്തെ കണ്ട് രാത്രി പേടിക്ക. ആ പ്രേതം എന്റെ അച്ഛൻ്റെയാ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് നിന്നോട് ചോദിച്ചത്, എന്റെ അച്ഛന്റെ ബുള്ളറ്റിലേക്ക് പാഞ്ഞു കയറിയ ലോറി നിന്റെ അച്ഛൻ്റെ ആണോന്ന്. ആ സമയത്ത് ലോറി ഡ്രൈവ് ചെയ്തത് നിന്റെ അച്ഛനാണോന്ന്. അനാവശ്യം പറയരുത് നിങ്ങള്. അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛന് ഒരു പരിചയമില്ലെന്നാ നിന്റെ അച്ഛൻ പറയുന്നത്.